അറേബ്യൻ ഉൾക്കടലിലെ സൈനിക വിന്യാസങ്ങളും പരസ്പരമുള്ള രൂക്ഷമായ ഭീഷണികളും മൂലം പശ്ചിമേഷ്യ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ അരികിലെത്തിയ ഘട്ടത്തിലാണ് ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് US ഭരണകൂടത്തിൽ നിന്ന് നിർണായകമായ ആ നിർദ്ദേശം പുറത്തുവരുന്നത്. ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നിശ്ചയിച്ചിരുന്ന ശക്തമായ സൈനിക തിരിച്ചടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് റദ്ദാക്കുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ അപ്രതീക്ഷിത തീരുമാനത്തിന് പിന്നിൽ സങ്കീർണമായ നയതന്ത്ര സമ്മർദ്ദങ്ങളും പ്രാദേശിക സുരക്ഷാ കണക്കുകൂട്ടലുകളുമാണ് എന്ന് വ്യക്തമാണ്. കേവലം ഒരു വാഗ്ദാന ലംഘനമോ പിന്മാറ്റമോ എന്നതിലുപരി പശ്ചിമേഷ്യൻ മേഖലയെ തകിടം മറിക്കാൻ ശേഷിയുള്ള വൻ നശീകരണ സാധ്യതകളെ കൂടി മുൻകൂട്ടി കണ്ടാണ് അമേരിക്കൻ സൈനിക നീക്കം അവസാന നിമിഷം നിർത്തിവെക്കപ്പെട്ടത്. യുദ്ധഭീതി അതിന്റെ രൂക്ഷാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉയർന്ന അത്യന്തം ഗൗരവമേറിയ സന്ദേശമാണ് സംഭവങ്ങളുടെ ഗതി മാറ്റിയത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാക്ചി അയൽ രാജ്യങ്ങളിലെയും മേഖലകളിലെയും പ്രമുഖ നേതാക്കളുമായി നടത്തിയ അടിയന്തര ആശയവിനിമയങ്ങൾ സ്ഥിതിഗതികളുടെ തീവ്രത വർദ്ധിപ്പിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള സൈനിക ആക്രമണം തങ്ങളുടെ മേലുണ്ടായാൽ അതിനുള്ള തിരിച്ചടി കേവലം അമേരിക്കൻ സൈനിക താവളങ്ങളിൽ മാത്രം ഒതുങ്ങില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. മറിച്ച് മേഖലയിൽ ഉടനീളമുള്ള സാമ്പത്തിക ഊർജ്ജ സൗകര്യങ്ങളെ പൂർണ്ണമായും ലക്ഷ്യമിടുന്ന തരത്തിലുള്ള വിശാലമായ ഒരു പ്രതിരോധ നീക്കമായിരിക്കും ഉണ്ടാക്കുകയെന്ന് ഇറാന്റെ നയതന്ത്ര വൃത്തങ്ങൾ പ്രഖ്യാപിച്ചു. മധ്യപൂർവ്വ ദേശത്തെ പ്രധാന സാമ്പത്തിക ശക്തികളായ അറബ് രാജ്യങ്ങൾക്ക് ഇറാന്റെ ഈ മുന്നറിയിപ്പുണ്ടാക്കിയ ഭീതി ചെറുതല്ല. സ്വന്തം രാജ്യങ്ങളിലെ എണ്ണ ശുദ്ധീകരണശാലകൾ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, മറ്റ് സുപ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എന്നിവ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് ഇരയായേക്കാമെന്ന യാഥാർത്ഥ്യം അവരെ ചിന്തിപ്പിച്ചു. തങ്ങളുടെ മണ്ണിലും സമ്പദ് വ്യവസ്ഥയിലും യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായതോടെ അറബ് ഭരണാധികാരികൾ വാഷിംഗ്ടണിലേക്ക് അടിയന്തര നയതന്ത്ര നീക്കങ്ങൾ ആരംഭിച്ചു. യുദ്ധം തടയാൻ അമേരിക്കൻ ഭരണകൂടത്തിന് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുക മാത്രമാണ് മുന്നിലുള്ള ഏക വഴിയെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഫ്രാൻറ്റിക് ലോബിയിങ് അഥവാ അത്യന്തം അടിയന്തരവും തീവ്രവുമായ രീതിയിലുള്ള നയതന്ത്ര ഇടപെടലുകളാണ് ഈ ഘട്ടത്തിൽ വൈറ്റ് ഹൌസിന് നേരെയുണ്ടായത്. തങ്ങളുടെ സുരക്ഷയും മേഖലയിലെ തന്ത്രപ്രധാനമായ സാമ്പത്തിക താൽപര്യങ്ങളും ചൂണ്ടിക്കാണിച്ച് ഇറാനെതിരെയുള്ള ആക്രമണ പദ്ധതികളിൽ നിന്ന് പിന്മാറണമെന്ന് അറബ് സഖ്യകക്ഷികൾ ട്രംപിനോട് ശക്തമായി ആവശ്യപ്പെട്ടു. സൗദി അറേബ്യ, UAE തുടങ്ങി അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാഷ്ട്രങ്ങൾ ഈ ഘട്ടത്തിൽ സ്വീകരിച്ച നിലപാട് വാഷിംഗ്ടണിനെ സംബന്ധിച്ച് നിർണായകമായിരുന്നു. അമേരിക്കൻ ആക്രമണത്തിന് തങ്ങളുടെ വ്യോമപാതയോ സൈനിക താവളങ്ങളോ വിട്ടു നൽകുന്നതിലെ അപകട സാധ്യതകളും അവർ ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെ മേഖലയിൽ നിർണായക സൈനിക സ്വാധീനമുള്ള പാകിസ്ഥാന്റെ നിലപാടും ചർച്ചകളിൽ വലിയ തരംഗങ്ങൾ ഉണ്ടാക്കി. ഇറാന്റെ അയൽ രാജ്യം എന്ന നിലയിൽ സംഘർഷം അതിർത്തി കടന്ന് വ്യാപിക്കുന്നത് സ്വന്തം ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുമെന്ന് പാകിസ്ഥാൻ ഭയന്നു. ഈ നയതന്ത്ര നീക്കങ്ങൾക്കൊടുവിലാണ് അമേരിക്കൻ പ്രസിഡന്റ് തന്റെ നിലപാട് മാറ്റാൻ നിർബന്ധിതനായത്. തങ്ങൾ ഉദ്ദേശിച്ച സൈനിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനേക്കാൾ വലിയ വില മേഖലയിലെ സഖ്യകക്ഷികളെ പിണക്കുന്നതിലൂടെ നൽകേണ്ടി വരുമെന്ന് വൈറ്റ് ഹൌസ് മനസ്സിലാക്കി. ഇതിനു പുറമെ ഒരു ദീർഘകാല യുദ്ധത്തിലേക്ക് അമേരിക്ക വീണ്ടും വലിച്ചിഴക്കപ്പെടുന്നത് രാഷ്ട്രീയമായി തനിക്ക് തിരിച്ചടിയാക്കുമെന്നും ട്രംപ് കണക്ക് കൂട്ടി. ഇറാന്റെ തന്ത്രപരമായ ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ അവരുടെ നയതന്ത്ര ശേഷിയുടെ തെളിവായി വിലയിരുത്തപ്പെടുന്നുണ്ട്. നേരിട്ടുള്ള സൈനിക പോരാട്ടത്തിന് പകരം അമേരിക്കയുടെ സഖ്യകക്ഷികളുടെ സുരക്ഷയെ നിമിഷം നേരം കൊണ്ട് ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ആക്രമണം തടയാൻ ഇറാന് കഴിഞ്ഞു. ആക്രമണം തടയാനായെങ്കിലും പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയ്ക്ക് പൂർണ്ണമായും പരിഹാരമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള അവിശ്വാസം ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നുണ്ട്. ഈ പെട്ടെന്നുള്ള പിന്മാറ്റം ട്രംപിന്റെ മുൻഗണനകളിലും അമേരിക്കയുടെ വിദേശ നയത്തിലും വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് സഖ്യരാജ്യങ്ങൾക്കിടയിൽ പുനർചിന്തനത്തിന് വഴി തുറന്നു. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ സംഭവം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ട്രംപിന്റെ ഉറച്ച തീരുമാനങ്ങളെയും പെട്ടെന്നുള്ള നിലപാട് മാറ്റങ്ങളെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും രാഷ്ട്രീയ നിരീക്ഷകർ രംഗത്തെത്തി. ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടിയെടുക്കുന്ന ട്രംപിന്റെ ശൈലിയേക്കാൾ ഇറാന്റെ മുൻകൂട്ടിയുള്ള പ്രതിരോധ തന്ത്രമാണ് ഇവിടെ വിജയിച്ചതെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. യുദ്ധം ഒഴിവായതിൽ ആശ്വാസം കൊള്ളുമ്പോഴും അറബ് രാജ്യങ്ങൾ ഭാവി സുരക്ഷയെക്കുറിച്ച് ആശങ്കാകുലരാണ്. ഇറാന്റെ മിസൈൽ ശേഷിയും അത് ഉപയോഗിക്കാനുള്ള അവരുടെ നിശ്ചയദാർഢ്യവും നേരിട്ടറിഞ്ഞതോടെ ഭാവിയിൽ അമേരിക്കയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്ന ചിന്ത മേഖലയിലെ രാഷ്ട്രങ്ങൾക്കിടയിൽ ശക്തമായിട്ടുണ്ട്. അന്താരാഷ്ട്ര സാമ്പത്തിക വിപണിയെയും ഈ സംഭവങ്ങൾ കാര്യമായി സ്വാധീനിച്ചു.
യുദ്ധഭീതി നിലനിന്ന സമയത്ത് കുതിച്ചുയർന്ന ക്രൂഡ് ഓയിൽ വില അമേരിക്കൻ പിന്മാറ്റത്തോടെ താൽക്കാലികമായി ശാന്തമായി. ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളും സുരക്ഷാ വിശകലന വിദഗ്ധരും ട്രംപിന്റെ യു ടേണിനെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. ഒരു അണുബോംബിന്റെയോ വൻ സൈനിക നീക്കത്തിന്റെയോ ഭീഷണിക്ക് മുൻപിൽ വഴങ്ങാതെ നയതന്ത്ര സമ്മർദ്ദം ഉപയോഗിച്ച് ഒരു വൻ യുദ്ധം ഒഴിവാക്കാൻ സാധിച്ചു എന്നത് നിലവിലെ സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. സങ്കീർണമായ മധ്യപൂർവദേശ രാഷ്ട്രീയത്തിൽ എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മാറി മറിയാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുന്നു. പരസ്പരമുള്ള ഭീഷണികളും സൈനിക വിന്യാസങ്ങളും തുടരുമ്പോഴും നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഭയാനകമായിരിക്കുമെന്ന് ഇരു വിഭാഗവും തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. ട്രംപിന്റെ പെട്ടെന്നുള്ള ഈ പിന്മാറ്റം കേവലം ഒരു വ്യക്തിഗത തീരുമാനമായിരുന്നില്ല, മറിച്ച് ഇറാന്റെ കടുത്ത മുന്നറിയിപ്പും അതുണ്ടാക്കിയ ഭീതിയിൽ അറബ് ലോകവും പാകിസ്ഥാനും ചേർന്ന് അമേരിക്കയ്ക്ക് മേൽ നടത്തിയ ശക്തമായ നയതന്ത്ര സമ്മർദ്ദത്തിന്റെ നേരിട്ടുള്ള ഫലമായിരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഭീതി നിഴലിച്ച ആ സമയത്ത് ചരിത്രത്തെ തന്നെ തിരുത്തിക്കുറിച്ച നിർണായക സംഭവമായി ഇത് നിലനിൽക്കുന്നു.